ഹായ്, ഇന്നത്തെ ലെസൺ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എപ്പാർട്ട് ഫ്രം എന്നത് പ്രധാനമായിട്ടും രണ്ട് മീനിങ്സിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, എക്സെപ്റ്റ് ഫോർ, ഒഴികെ, അതൊഴികെ എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എപ്പാർട്ട് ഫ്രം ഉപയോഗിക്കാം. എക്സാമ്പിൾ, എപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ഈസ് ഫൈൻ. എപ്പാർട്ട് ഫ്രം ദാറ്റ്, അത് ഒഴികെ ബാക്കിയെല്ലാം നന്നായിരിക്കുന്നു, ബാക്കിയെല്ലാം നല്ലതാണ്. എപ്പാർട്ട് ഫ്രം ദ ലോ സാലറി ഇറ്റ്സ് നോട്ട് എ ബാഡ് ജോബ്. എപ്പാർട്ട് ഫ്രം ദ ലോ സാലറി എന്നത് വളരെ കുറഞ്ഞ ശമ്പളം എന്നത് ഒരു ചെറിയ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മോശം ജോലി അല്ല എന്നാണ് പറയുന്നത്. എപ്പാർട്ട് ഫ്രം ദ ലോ സാലറി, അപ്പോൾ ലോ സാലറി എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ, അത് ഒഴിച്ചാൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് ജോബ്, അതൊരു മോശം ജോലി അല്ല. അപ്പോൾ അവിടെയും എപ്പാർട്ട് ഫ്രം ഉപയോഗിച്ചിരിക്കുന്നത് ഒഴികെ, എക്സെപ്റ്റ് ഫോർ എന്ന മീനിങ്ങിലാണ്. ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് എനി സ്പോർട്സ് എപ്പാർട്ട് ഫ്രം ഫുട്ബോൾ. ഫുട്ബോൾ ഒഴിച്ച് മറ്റുള്ള സ്പോർട്സ് ഒന്നും എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് വാച്ചിങ് എനി സ്പോർട്സ് എപ്പാർട്ട് ഫ്രം ഫുട്ബോൾ. അപ്പം മറ്റുള്ള സ്പോർട്സ് ഒന്നും വാച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, ഫുട്ബോൾ ഒഴികെ. ഇനി എപ്പാർട്ട് ഫ്രമിന് വേറെ ഒരു മീനിങ് ഉണ്ട്. അത് ഇൻ അഡീഷൻ ടു, അതുകൂടാതെ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഒഴികെ, അതായത് ഒരു കാര്യത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ ഇൻ അഡീഷൻ ടു എന്ന മീനിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ അതിന് പുറമേ, അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആണ്, പറയുന്ന കാര്യത്തിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ, എപ്പാർട്ട് ഫ്രം ഡൂയിങ് യോഗ ഐ ഓൾസോ ഗോ ടു ജിം. യോഗ ചെയ്യുന്നത് കൂടാതെ ഞാൻ ജിമ്മിലും പോകുന്നുണ്ട് എന്നാണ്. എപ്പാർട്ട് ഫ്രം ഡൂയിങ് യോഗ എന്ന് പറയുമ്പോൾ യോഗ ചെയ്യുന്നത് കൂടാതെ, അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കൂടാതെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. എപ്പാർട്ട് ഫ്രം ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഡാൻസിങ് കൂടാതെ, അതായത് അത് ഓൾറെഡി ഉണ്ട്, പിന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ്. എപ്പാർട്ട് ഫ്രം ടീച്ചിങ് കൂടാതെ, അപ്പോൾ ഓൾറെഡി അതിനകത്ത് ആ പറയുന്ന കാര്യത്തിൽ അതും ഇൻക്ലൂഡഡ് ആണ്, അതും ഉൾപ്പെടുത്തിയിരിക്കുന്നു. Apart from his salary, he has also many sources of income. അദ്ദേഹത്തിൻ്റെ സാലറി കൂടാതെ വേറെയും സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ട്, അതായത് ഇൻകം ഉണ്ടാവാനുള്ള വേറെയും വഴികളുണ്ട് എന്നാണ്. അപ്പോൾ സാലറി ഉണ്ട്, പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്, ഇൻ അഡീഷൻ ടു, അത് കൂടാതെ വേറെയും കാര്യങ്ങൾ എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. എപ്പാർട്ട് ഫ്രം ഡാൻസിങ് ഷീ ഓൾസോ ലൈക്സ് സിംഗിങ്. ഡാൻസിങ് കൂടാതെ അവൾ സിംഗിങ്ങും ഇഷ്ടപ്പെടുന്നു. എപ്പാർട്ട് ഫ്രം എ ബൈക്ക് അമീർ ഹാസ് ഓൾസോ എ കാർ. അമീറിന് ഒരു കാറ് കൂടിയുണ്ട്, ബൈക്ക് കൂടാതെ. എപ്പാർട്ട് ഫ്രം എ ബൈക്ക്, അപ്പോൾ ബൈക്കുണ്ട്, കാറും ഉണ്ട് എന്നതായി. എപ്പാർട്ട് ഫ്രം ടീച്ചിങ് ഐ ഹാവ് എ ബിസിനസ്. ഐ ഓൾസോ ഡു എ ബിസിനസ്. ടീച്ചിങ് കൂടാതെ ഞാൻ ഒരു ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട്. ഈ എക്സാമ്പിൾസൊക്കെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എപ്പാർട്ട് ഫ്രം എങ്ങനെ ഉപയോഗിക്കാം എന്ന്, അല്ലേ? രണ്ട് ഡിഫറെൻറ്റ് മീനിങ്സിലും ഉപയോഗിക്കാം. പിന്നെ എപ്പാർട്ട് ഫ്രം കഴിഞ്ഞിട്ട് നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺ. നമ്മൾ ഡാൻസിങ് ഉപയോഗിച്ചു, ടീച്ചിങ് ഉപയോഗിച്ചു, ഇതൊക്കെ ജെറൻസിന് എക്സാമ്പിളാണ്. അതുപോലെ എപ്പാർട്ട് ഫ്രം എ ബൈക്ക് എന്ന് പറഞ്ഞു, അപ്പോൾ അവിടെ ഒരു നൗൺ ആണ് ഉപയോഗിച്ചത്. എപ്പാർട്ട് ഫ്രം ഹിസ് ലോ സാലറി എന്ന് ഉപയോഗിച്ചു, അവിടെയും നമ്മളൊരു നൗൺ ഫ്രേസ് ആണ് ഉപയോഗിച്ചത്. എപ്പാർട്ട് ഫ്രം നമുക്ക് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മിഡിലും ഉപയോഗിക്കാം. അപ്പോൾ എപ്പാർട്ട് ഫ്രം എന്നതിൻ്റെ മീനിങ്, പിന്നെ അതിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ?